ബിപിയിലെ വേരിയേഷൻ ഇപ്പൊ പ്രശ്നം. മെഡിസിൻ ഇപ്പൊ മാറ്റി കൊടുക്കാനും പറ്റില്ല. അമ്മ നന്നായിട്ട് റെസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ഈവനിങ്ങിൽ ഒന്നുകൂടെ വന്ന് നോക്കാം. മാറ്റമൊന്നുമില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറേണ്ടി വരും. ശരി ഡോക്ടർ, ഞാൻ ഡോക്ടറെ ഇന്നാക്കിയിട്ട് വരാം. ശരി. ഏട്ടത്തിയമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നന്നായി വിശ്രമിച്ചാ മതി. എന്റെ ഭഗവാനെ, ആനന്ദന്റെയും മക്കളെയും കാര്യം ഓർക്കുമ്പോഴാ അവരൊന്ന് ശ്രദ്ധിച്ചോണേ. അതാണ് ഏട്ടത്തമ്മയുടെ വല്ലായ്മയ്ക്ക് കാരണമെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും മനസ്സിൽ കൊടുക്കണ്ട. എല്ലാം പാർവതിയും ഞാനും വേണ്ട പോലെ ചെയ്തോളാം. ഓ, അവരെ ഒരിക്കലും കൈവിടരുത്. ഒരിക്കലും അത് ചെയ്യില്ല. ആ ഏട്ടത്തിയമ്മേ, നമ്മുടെ ലക്ഷ്മിയുടെ മക്കളല്ലേ അത്? ആ അതെ അതെ. ആ, ഏട്ടത്തിയമ്മ സമാധാനമായി കിടന്നോളൂ. മനസ്സിന്റെ ആധിയും വ്യാധിയും കൂടും. കണ്ണടച്ച് വിശ്രമിച്ചോളൂ. എന്റെ ദൈവമേ, ഭഗവാനെ കാത്തു രക്ഷിക്കണേ ദേവി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. അപ്പൊ ശരി ശരി. ഡോക്ടർ വേറെന്തെങ്കിലും പറഞ്ഞോ പാർവതി? ആ, പ്രായമുള്ളതല്ലേ. വീട്ടിലാവുമ്പോ രാത്രിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ റിസ്ക് ആവൂന്നാ പറയുന്നത്. വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. പക്ഷേ ഏട്ടത്തമ്മയ്ക്ക് ശരീരത്തിനല്ല പ്രശ്നം, മനസ്സിന്. തറവാട് ഭാഗം വയ്ക്കാൻ പറ്റില്ലെന്ന കാര്യം പാർവതി അമ്മയോട് സംസാരിച്ചു അല്ലേ? അതെ, നാളെ കഴിഞ്ഞ് അവരെല്ലാരും ഇങ്ങോട്ട് വരില്ലേ? അതിനു മുമ്പ് അമ്മയോട് സൂചിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെയാ ചെറിയിച്ച? അമ്മയോട് പാർവതി പറഞ്ഞില്ലെങ്കിൽ അനന്തനും മക്കളും പറയും. അത് കൂടുതൽ അപകടമാണ്. അല്ല, അനന്തേട്ടൻ വലിയ പ്രതീക്ഷയില്ല. എത്രയും വേഗം മക്കൾക്ക് ഷെയർ കൊടുത്ത് സ്വസ്ഥമാവാനിരിക്കുക അദ്ദേഹം. പാർവതിയുടെ ഭാഗത്ത് ചില പിഴവുകൾ പറ്റി. 1 കോടി രൂപയും സ്വർണവും കൊടുക്കുമ്പോൾ ലക്ഷ്മിയുടെ പേരിൽ അതേ ഉള്ളുവെന്ന് അന്നേ പറയണമായിരുന്നു. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണല്ലോ. ഏട്ടത്തിയമ്മയുടെ സങ്കടവും അതാണ്. അനന്തനെയും മക്കളെയും കൈവിടരുതെന്നാണ് ഏട്ടത്തി എന്നോട് പറഞ്ഞത്. ലക്ഷ്മിയുടെ മക്കളെ ഓർക്കുമ്പോ എനിക്കുണ്ട് വിഷമം. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ചെറിയച്ഛൻ തന്നെ ഒരു പരിഹാരം കാണണം.